മുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, നെറ്റിച്ചുട്ടി, കാശുമാല. അയ്യോ, ചെലങ്ക എവിടെ? നാഗവല്ലിയുടെ ചെലങ്ക എവിടെ? നാഗവല്ലിയുടെ ചെലങ്ക എവിടെ? പാത്രത്തിൻ്റെ അടപ്പ്, അതുപോലെ തന്നെ ഇത് നല്ല വെജിറ്റബിൾസാണ് കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഇത് നല്ല വെജിറ്റബിൾസാണ്. പിന്നെ ഡ്രൈക്കകത്തിരിക്കുന്നത് നല്ല വെജിറ്റബിൾസാണ്. പിന്നെ എക്സ്ട്രാ പാല്, വീണ്ടും പാത്രത്തിൻ്റെ അടപ്പ്, അങ്ങനെയുള്ള ശേഷം നമ്മളെ സാധനങ്ങളൊക്കെ തേച്ച് കഴുകാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡും വിം ബാർ സോപ്പും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഇതൊക്കെ കഴുകി ക്ലീനാക്കി എടുക്കുന്നത്. പക്ഷേ എങ്കിൽ വെളിയിൽ കൊണ്ടുവച്ച് ഉണക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല കേട്ടോ. വെയിലൊക്കെ ഉണ്ട്, മഴയില്ല ഇപ്പോൾ. ഇത് ഗ്ലാസ് ആയതുകൊണ്ട് വല്ല പൂച്ചയും വന്ന് അത് തള്ളിയിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നന്നായിട്ട് തേച്ചുറച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ചെടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൻ്റെ ഇത് അകത്തൊക്കെ ആദ്യം ലിക്വിഡ് ഉപയോഗിച്ച് തേച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ച് പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് നമുക്ക് ഉണക്കി പെറുക്കി അടുക്കി പെറുക്കിയൊക്കെ വെക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇരുന്ന വാട്ടർമെലൺ കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചു. പിന്നെ പാലും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ പറക്കി വെച്ചു. അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയുണ്ട്? നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഇത്രയും വേസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലിന് വേണ്ടി ഞാൻ ഒരു നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്മെല്ലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ചേട്ടൻ വന്നപ്പോൾ നല്ല ഒരു അടിപൊളി സർപ്രൈസാണ്. ഫ്രിഡ്ജ് ഒന്ന് തുറക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഉമ്മ.